ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഫ്രെയിംസാണ്. ഫ്രെയിംസൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രെയിംസ് പൊരിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇങ്ങനെ വന്നത്. അപ്പോഴാണ് ഫ്രെയിംസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയാലോ എന്നൊക്കെ കരുതിയത്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ഫ്രെയിംസ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഫ്രെയിംസ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടത്ര എണ്ണ ആകുമ്പോഴത്തേക്കും എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രെയിംസ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയൊരു പൂവിൻ്റെയൊക്കെ ഷേപ്പൊക്കെ ഉള്ളൊരു ഫ്രെയിംസാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരടി കുറച്ചെങ്കിലും ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടി എണ്ണയൊക്കെ പൊട്ടി ഇങ്ങനെ കയ്യിൽ തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്രെയിംസ് ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ പൂ പോലെയൊക്കെ വരുന്നത് കാണാനായിട്ട്. അങ്ങനെ നമ്മളെ ഫ്രെയിംസ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇങ്ങനെ എണ്ണയൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല സൂക്ഷിച്ച് വേണം ഇങ്ങനെ പൊരിക്കാനായിട്ട്. ഇത് നല്ല രീതിക്ക് പൊള്ളിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിയിട്ടോ ഓഫാക്കിയിട്ടോ വേണം നമ്മളിത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് മൂത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം മൂപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അത്യാവശ്യം വേണ്ട ഫ്രെയിംസൊക്കെ നമ്മളിതിൽ പൊരിച്ച് മാറ്റുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചായയോടെയും അല്ലാതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ആ ഫ്രെയിംസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജാറിലിട്ട് ഈ ഫ്രെയിംസിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിക്ക് വേണം നമ്മൾ ക്രഷ് എടുക്കേണ്ടത്. നമ്മൾ ഈ സാധാരണ ബ്രെഡ് ക്രംസ് പിന്നെ റസ്കിൻ്റെ പൊടി അതൊക്കെയാണ് എടുക്കുന്നത്. ഇതൊരു വെറൈറ്റിക്ക് ഒരു ഫ്രെയിംസ് വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു 2-3 മുട്ട എടുത്ത് നമുക്കൊന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട വേണമെങ്കിൽ എടുക്കാം. 3 മുട്ടയേ ഉള്ളതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും ഇട്ടിട്ടില്ല. തൽക്കാലം ഒരു ചരുവത്തിലെടുത്ത് വയ്ക്കുന്നുണ്ട്. മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സവാളയും 2 പച്ചമുളകും എടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മുട്ട റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു സവാളയും 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സവാളയുടെയോ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ല ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വന്നിട്ടുണ്ട്. പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ അതും കുറച്ച് ഇടുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ 2 മുട്ട മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒലിച്ച മുട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കത്തിയിട്ട് വേണമെങ്കിലും ഉടയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നല്ല ഫൈൻ പൗഡർ പോലെയും ഉടയ്ക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കത്തിയിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ കരിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു 2 സ്പൂൺ 2-3 ഞാനിവിടെ 2 സ്പൂണാണ് ചേർക്കുന്നത്. മൈദ മാവാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിനെ മൈദാമാവ് വെള്ളം ഒഴിച്ച് കുറുക്കിയതാണ്. അതിലോട്ട് നമുക്ക് മുക്കിയെടുത്തിട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഫ്രെയിംസിൽ നമുക്ക് ഒന്ന് പുരട്ടി അങ്ങ് എടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ള ബോളെല്ലാം ഞാൻ അതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പാൻ എടുത്ത് അതിൽ നമ്മൾ നേരത്തെ ഫ്രെയിംസ് പൊരിച്ച എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ ബോളെല്ലാം നമുക്ക് അതിലോട്ട് തന്നെ ഇങ്ങനെ
ഇട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ബോളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകാത്ത രീതിക്ക് നമുക്ക് നമ്മളെ ബോള് നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.